നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതീവ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഒരു അത്യാഡംബര വിവാഹത്തെക്കുറിച്ച്, വിവാഹമല്ല വിവാഹത്തിന് മുൻപ് നടക്കുന്ന ആഘോഷ പരിപാടികളെക്കുറിച്ച്. ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റെയും വിവാഹപൂർവ്വ ആഘോഷങ്ങൾ അത്യാഡംബരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം കുടുംബം അറിയിച്ചതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നിറയുന്നത്. 1000-ലധികം വരുന്ന അതിഥികൾക്കായി 2500-ലധികം വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കുവാൻ 21 ഷെഫുമാർക്കാണ് കരാറ് നൽകിയിട്ടുള്ള വിവരം ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഈ ആഴ്ച അവസാനം ജാംനഗറിലെ കുടുംബ വീട്ടിലായിരിക്കും ഇന്ത്യയിലെ 2 അതിസമ്പന്ന കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്ന ചടങ്ങ് നടക്കുക. 2018 നവംബറിൽ നടന്ന ആനന്ദിന്റെ സഹോദരിയുടെയും ആഡംബര വിവാഹത്തിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തികളെല്ലാം ഈ ചടങ്ങിനും പങ്കെടുക്കുന്നുണ്ട്. ബിൽ ഗേറ്റ്സ്, മാർക്ക് സക്കർബർഗ്, ഹിലാരി ക്ലിന്റൺ തുടങ്ങിയവരൊക്കെ ക്ഷണിക്കപ്പെട്ടവരുടെ ലിസ്റ്റിലെ പ്രധാനികളാണ്. എൻകോർ ഹെൽത്ത് കെയറിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ ശതകോടീശ്വരൻ വിരേൻ മർച്ചന്റിന്റെ മകളാണ് അംബാനി കുടുംബത്തിലേക്ക് മരുമകളായി എത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയുടെ ഇളയ മകനായ ആനന്ദ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. $110 മില്യൺ വരുമാനമുള്ള കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. പ്രീ വെഡിംഗ് ആഘോഷങ്ങൾക്കെത്തുന്ന അതിഥികൾക്ക് ഡ്രസ് കോഡ് നിശ്ചയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി ഇരു കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും കോക്ടെയിൽ പാർട്ടി ആഘോഷിക്കും. എന്തായാലും വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം സൗകര്യപ്രദമായ ഷൂസ് ധരിക്കുവാൻ അതിഥികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വനാതിർത്തിയിലൂടെ നടന്ന് അവർ വരന്റെ മേൽനോട്ടത്തിലുള്ള റിലയൻസ് ആനിമൽ റെസ്ക്യൂ സെന്ററിൽ എത്തുകയും ഒക്കെ ചെയ്യും. എന്തൊക്കെ തന്നെ അത്യാഡംബരം കണ്ടാലും ആനന്ദ് അംബാനിയുടെ തടിയിലാണ് മലയാളികളുടെ ശ്രദ്ധ. ഇത്രയും കോടികൾ ഉണ്ടായിട്ടും തടി കുറയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് മലയാളികൾ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ചില കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ടത് വരികയാണ്. അതിങ്ങനെയാണ്: അവരൊന്നു ചരിഞ്ഞു വീണാൽ മതി, അവൾ തീർന്നു. ഈ ചെക്കന് തടി കുറച്ചൂടെ? അങ്ങനെ പോവുകയാണ് മലയാളികൾക്ക് ആനന്ദ് അംബാനിയുടെ തടിയിലുള്ള ആശങ്ക. 2016-ൽ ആനന്ദ് 18 മാസത്തിനുള്ളിൽ 108 കിലോയോളം കുറച്ചിരുന്നു. എല്ലാ ദിവസവും 5 മുതൽ 6 മണിക്കൂർ ആനന്ദ് വ്യായാമം ചെയ്തിരുന്നതായാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. യോഗ, ഉയർന്ന തീവ്രതയുള്ള കാർഡിയോ വ്യായാമങ്ങൾ എന്നിവയ്ക്ക് ശേഷം നടത്തവും അദ്ദേഹത്തിന്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമവും ലളിതവും ആരോഗ്യകരവുമായിരുന്നു. ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറ്റ് ഇവയെല്ലാം തന്നെ പിന്തുടർന്നു. എന്നാൽ വീണ്ടും ശരീരഭാരം കൂടുകയാണ് ചെയ്തത്. ഇതിന് കാരണം ആനന്ദ് അംബാനിയുടെ ചില ഹോർമോൺ ഇൻബാലൻസ് മൂലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കടുത്ത ആസ്മ രോഗിയായ ആനന്ദ് അംബാനി ആസ്മ രോഗത്തിനുള്ള അമിതമായ ഈ സ്റ്റിറോയിഡുകൾ കഴിക്കുന്നത് മൂലം ശരീരഭാരം കൂടുകയാണെന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അമ്മ നിത അംബാനി തന്റെ മകൻ കടുത്ത ആസ്മ ബാധിതനാണ് എന്നും അതിനായി മരുന്ന് കഴിക്കുകയാണെന്നും പങ്കുവച്ചിരുന്നു. ആനന്ദ് ആസ്മ രോഗിയാണ്, അതിനാലാണ് അവൻ ധാരാളം സ്റ്റിറോയിഡുകൾ നൽകേണ്ടി വരുന്നതും അതാണ് അവന്റെ ശരീരം ഇത്രയും വണ്ണം വയ്ക്കാൻ കാരണമെന്നും നിത അംബാനി പറഞ്ഞിരുന്നു. ആസ്മ ചികിത്സയ്ക്കുള്ള സ്റ്റിറോയിഡുകൾ എങ്ങനെ ശരീരഭാരം വർദ്ധിപ്പിക്കും എന്നായിരുന്നു പിന്നീടുള്ള ചോദ്യം. ആസ്മ ലക്ഷണങ്ങൾ ഒരു വ്യക്തിക്ക് വ്യായാമം ചെയ്യുന്നതിനോ സജീവമായിരിക്കുന്നതിനോ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ദീർഘകാലത്തേക്ക് സ്റ്റിറോയിഡുകൾ കഴിക്കുന്നത് ഒരാൾക്ക് പതിവിലും വിശപ്പ് തോന്നും. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കും. ഓറൽ സ്റ്റിറോയിഡുകൾ കഴിക്കുമ്പോൾ ദ്രാവകം നിലനിർത്തുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും. സ്റ്റിറോയിഡുകൾ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന വെള്ളം നിലനിർത്തുന്നതിനും ഇടയാക്കും. അതിനാലാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ ഈ സ്റ്റിറോയിഡുകൾ കഴിക്കുന്ന രോഗികൾക്ക് ശരീരഭാരം വർദ്ധിക്കുന്നത്. എന്തായാലും ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ഈ അമിതവണ്ണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ 50% പൊണ്ണത്തടി ഉള്ളവരാണ്. എന്നാൽ ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ വസ്തുത പൊണ്ണത്തടി ഒരു അവസ്ഥ മാത്രമല്ല എന്നതാണ്. ഇത് ഒരു രോഗത്തിന്റെ ലക്ഷണമോ രോഗങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകളുടെ പാർശ്വഫലമോ ആകാം എന്നതാണ് സത്യാവസ്ഥ. എന്തായാലും ആനന്ദ് അംബാനിയുടെയും ഈ രാധിക മർച്ചന്റിന്റെയും വിവാഹം അത്യാഡംബരമായി തന്നെ രാജ്യം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് കല്യാണാഘോഷം മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ അപ്പോഴും ആനന്ദ് അംബാനിയുടെ പൊണ്ണത്തടിയാണ് ചർച്ച. പക്ഷേ അവിടെ അത് ആരും തന്നെ അതൊരു ചർച്ചയാക്കി മാറ്റുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത.